ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നേ ദിവസം ഞങ്ങളുടെ തറവാട് വീട്ടിൽ, അതായത് ഞാൻ ജനിച്ചു വളർന്ന് ഓടിക്കളിച്ച് വളർന്ന ആ സ്ഥലവും വീടും, അത് പേരാമ്പ്ര കുളത്തുവയൽ എന്ന് പറയും. ആ കുളത്തുവയലിൽ ചെമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണിത്. അപ്പം എൻ്റെ അമ്മച്ചി മരിച്ചിട്ട് മൂന്നാമത്തെ വർഷമാണ്, മൂന്നാമത്തെ ആണ്ട് ശ്രാദ്ധം ആണ്. അപ്പം ഞങ്ങൾ ഇവിടെയുള്ള മക്കളെല്ലാവരും കൂടെ അമ്മച്ചിയുടെ ആ ശ്രാദ്ധത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ തറവാട് വീട്ടിൽ വന്നതാണ്. ഇതാണ് ഞങ്ങളുടെ തറവാട് വീട്. ഇവിടെയാണ് ഞാൻ ജനിച്ചു വളർന്ന വീടാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു, അപ്പനും അമ്മയും മരിച്ചു പോയെങ്കിലും അപ്പൻ്റെയും അമ്മയുടെ ആ പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹം ഈ വീട്ടിലേക്ക് നമ്മൾ കയറുമ്പം അവർ നമ്മുടെ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. നമ്മളെ സ്വാഗതം ചെയ്ത് ആ ചിരിച്ച് അവർ നിൽക്കുന്ന പോലെ തോന്നും. അത് നമുക്കൊരു പ്രത്യേക അനുഭവമാണിത്. അപ്പം വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണെങ്കിലും ഒരിക്കൽ കൂടെ ഈ വീട്ടിൽ വരാനും ആ ഒരു സ്നേഹം അവരില്ലെങ്കിൽ കൂടി അനുഭവിക്കാനും ആയിട്ട് വരുത്തി. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ ഈ തറവാട് വീടും ആ പഴയ നമ്മുടെ ആ നൊസ്റ്റാൾജിയ എല്ലാം ഒന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ ഓർത്തു. ഇത് വീടിൻ്റെ അച്ഛനും അമ്മയും ജീവിച്ച് ഞങ്ങളെല്ലാവരും ജീവിച്ചതാണ്. ഇതൊരു കുറേ സ്ഥലത്ത് ഉള്ളൊരു വലിയ സ്ഥലത്തുള്ള വലിയൊരു തോട്ടത്തിൻ്റെ നടുവിലാണ് ഞങ്ങളുടെ വീട്. കണ്ടില്ലേ, നിറയെ കൃഷിയൊക്കെയാണ് ഇത്. ഇപ്പം ചാച്ചനും അമ്മച്ചി ഇവിടുന്ന് മരിച്ചു പോയി. ചാച്ചനും അമ്മച്ചി ഇവിടുന്ന് മരിച്ചു പോയെങ്കിലും എല്ലാ സംഗതികളും അതേപോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ ഇതൊന്നും ചെയ്തില്ല. ഇത് കണ്ടോ, ഇതിവിടെ ഇതായിരുന്നു ഞങ്ങളുടെ തറവാട് വീട്. ഇതൊക്കെ ഞങ്ങൾ ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങളാണ്. ആ കാണുന്നത് ഇവിടുത്തെ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്ന് വെള്ളം അടിക്കുന്ന മോട്ടറാണ്. ഇത് കണ്ടോ, ഇവിടെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇത് ഞങ്ങളുടെ തൊഴുത്തെന്ന് പറയും. തൊഴുത്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ. ഇതാണ് കന്നുകാലികളെ കെട്ടിയിടുന്ന സ്ഥലമാണ്. ഇവിടെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെ ഇതുണ്ടോ, എത്രയോ പശുക്കളും എരുമകളും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് നിറച്ച്. ഇതൊക്കെ നമ്മളെല്ലാം ഇങ്ങനെ പശുവിനെ കറക്കുമ്പോഴെല്ലാം വന്ന് നിന്ന് നമ്മളിതെല്ലാം കാണും. ഇങ്ങനെ പശുവിനെ കറക്കുന്നത്, അവർ ചാണകം വാരുന്നത്, ചാണകം വാരിക്കൊണ്ട് ഇതാക്കുന്നത്, പിന്നെ ഇങ്ങനെ കുഴിയിലിടുന്നത്, അത് പിന്നെ വളവാക്കി മാറ്റുന്നത്, അങ്ങനെ എല്ലാം നമ്മൾ കാണും. ഒക്കെ ഇതുണ്ട്. ഇപ്പം തന്നെ ഒരു ചാണകത്തിൻ്റെ മണമൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ചാണകക്കുഴി. ഇതാ ആ പഴയ ചാണകത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ കൊണ്ടുപോയി കെട്ടാറുണ്ട്. ഇതിന് തൊഴുത്ത ആല എന്നൊക്കെ പറയും. ആ ആലയിൽ പിന്നെ ഇപ്പോഴും ഇവിടെ അയൽവക്കംകാർ, ഈ വീടൊക്കെ ഇപ്പോൾ അടച്ചിട്ടേക്കും കേട്ടോ. അപ്പോൾ അയൽവക്കംകാർ അവരുടെയൊക്കെ കന്നുകാലികളെയൊക്കെ കൊണ്ട് കെട്ടണമെങ്കിലൊക്കെ കൊണ്ടുവന്ന് കെട്ടും. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇത് കണ്ടോ, ഇവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിലാണ് ഞങ്ങൾ പിന്നെ കുളിച്ചോണ്ടൊക്കെ ഇരിക്കുന്നത്. ഇപ്പോഴും ആ കുളമൊക്കെ അതേപോലെ പ്രിസേർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് ഈ കുളത്തിൽ നിന്ന് കൃഷി ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം അടിക്കും. ഇതുണ്ടോ, എൻ്റെ അമ്മ അങ്ങോട്ട് പോകണമെങ്കിലൊക്കെ ഇച്ചിരി പാടാ. ഇതുണ്ടോ, വലിയൊരു കുളമാണ് ഇത്. ഭയങ്കര നീളവും വീതിയൊക്കെ ഉള്ളൊരു കുളമാണ്. ഇതുണ്ടോ, ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിറച്ച ആമ്പൽപ്പൂവാണ്. ആമ്പലിങ്ങനെ വളർന്ന് നിൽക്കുക. പിന്നെ ആമ്പൽപ്പൂവൊക്കെ ഉണ്ട്. ഇത് ഇവിടുന്ന് വെള്ളം അടിക്കുന്ന മോട്ടറൊക്കെ വെക്കുന്ന സ്ഥലമാണ്, മോട്ടർ. അപ്പം ഞങ്ങൾ പറയുന്നതാണ് മിഷ്യൻ പെര. വെറുതെ ഒരു പേരൊക്കെ ഇട്ട കേട്ടോ, കറക്റ്റൊന്നുമല്ല. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ കുളത്തിലിങ്ങനെ ആമ്പലും പായലും എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത്. ഇതിൻ്റെ അപ്പുറം റോഡാണ്. ഇതെല്ലാം ചാച്ചൻ്റെ സ്ഥലങ്ങളായിരുന്നു. നമ്മളിങ്ങനെ വിറ്റ് പോയി. ഭാവിയിൽ
ഇവിടെ നിന്ന് മുഴുവൻ വിറ്റ് പോകും നമ്മൾ. കാരണം ആരും ഇവിടെ താമസിക്കാനില്ല. ബ്രദേഴ്സൊക്കെ ദൂരെയാണ്, ഞങ്ങളെല്ലാം ദൂരെയാണ്. പിന്നെ ഇപ്പം നമ്മളിതിങ്ങനെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് നമ്മളുടെ എല്ലാം തൊടികളാണ്. ഇതെല്ലാം നമ്മുടെ സ്ഥലങ്ങളാണ്. ആല ഇതിവിടെ ഒരു തടിമില്ലാണ്. മരങ്ങൾ ഒക്കെ അറക്കുന്ന മില്ലെന്ന് പറയില്ലേ, തടികളെല്ലാം കൊണ്ട് ഇറക്കി. ഇതാണ് അതിൻ്റെ സോമില്ല്. ഇങ്ങനെ എല്ലാ വസ്തുക്കളും ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നിത്. ഇപ്പം എല്ലാം ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ട്, എങ്കിലും ഞങ്ങളാരും ഇവിടെ താമസിക്കുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ വന്നപ്പം ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു നിങ്ങളെ. ഓക്കെ, ബൈ.